മഞ്ഞപ്പിത്തത്തിനെതിരെ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പ് നടത്തി മലപ്പുറം ജില്ലയിലെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ സർക്കാർ ഡോക്ടർമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും KGMOA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ഞപ്പിത്തത്തിനെതിരെ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പ് നടത്തി. അസോസിയേഷൻ നോർത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ M മുരളീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PM ജലാൽ അധ്യക്ഷത വഹിച്ചു. KGMOA ജില്ലാ ആസ്ഥാന മന്ദിരത്തിൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പിൽ 250-ലേറെ പേർ മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുത്തു. ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗം പടരുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന് ജില്ലാ സെക്രട്ടറി ഡോക്ടർ KM ജാനിഫ്, ഡോക്ടർ ഫുഹാദ് കൊയ്സൻ, ഡോക്ടർ CP സഹീർ, ഡോക്ടർ ദീപക് വ്യാസ് എന്നിവർ നേതൃത്വം നൽകി. മഞ്ഞപ്പിത്തത്തിനെതിരെ സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. പാർശ്വഫലങ്ങൾ തീരെയില്ലാത്തതും സുരക്ഷിതവുമായ ലൈവ് വാക്സിനാണ് ക്യാമ്പിൽ നൽകിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പുതുവർഷത്തേക്ക് മഞ്ഞപ്പിത്ത രോഗത്തിൽ നിന്നും സംരക്ഷണം നൽകുമെന്നാണ് നൽകപ്പെടുന്ന വാക്സിന്റെ പ്രത്യേകത. ബൂസ്റ്റർ ഡോസുകളുടെ ആവശ്യകതയുമില്ല. മുൻവർഷങ്ങളേക്കാൾ മഞ്ഞപ്പിത്ത രോഗവുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളും മരണനിരക്കും കൂടിയ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സംരംഭവുമായി മുന്നോട്ട് വരാൻ പ്രേരണയായത്. പ്രായം കുറഞ്ഞവരിൽ പോലും മരണനിരക്ക് കൂടി വരുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. മഞ്ഞപ്പിത്ത രോഗവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാനത്തും പ്രത്യേകിച്ച് ജില്ലയിലും ഊർജിതമാക്കേണ്ടതുണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കും മറ്റു വിഭാഗം ആരോഗ്യ പ്രവർത്തകർക്കും വാക്സിനേഷൻ സൗകര്യങ്ങൾ ലഭ്യമാക്കണം. ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്നും KGMOA അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് A രോഗങ്ങള് ഇപ്പൊ കുറച്ച് 4-5 മാസമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ എണ്ണം ക്രമാതീതമായി കൂടി വരികയാണ്. മരണനിരക്ക് കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഹെപ്പറ്റൈറ്റിസ് A മൂലമുണ്ടാകുന്നത് ഇപ്പോൾ കൂടി വരികയാണ്. ഈ അടുത്താണ് 22 വയസ്സായ ഒരു പയ്യൻ നമ്മുടെ ജില്ലയിൽ ഈ ഒരു രോഗവുമായി മരണപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ജനങ്ങളോട് ഈ അസുഖങ്ങളുമായി ഡീൽ ചെയ്യുന്ന നമ്മുടെ ഡോക്ടർമാർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ KGMOA മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇത് നമ്മളൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു. എല്ലാ നമ്മുടെ KGMOA അംഗങ്ങളിൽ നിന്നും ഡോക്ടർമാരിലും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഒരു 200-250ഓളം ഡോക്ടർമാർ അവരുടെ കുടുംബാംഗങ്ങളും ഇന്ന് നമ്മുടെ ഈ KGMO ഹൗസിൽ വെച്ച് നടക്കുന്ന ഈ ക്യാമ്പിൽ വാക്സിനേറ്റഡ് ആവുകയാണ്. അപ്പോൾ ഇത് പൊതുജനങ്ങളും മറ്റു സംഘടനകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പൊതുജനങ്ങളും ഇനി സംസ്ഥാന ഗവൺമെന്റ് ഇതൊരു ജനങ്ങൾക്ക് ഒരു ഔട്ട്ബ്രേക്ക് സമയത്ത് ആവശ്യമായി വരുന്ന ഒരു ഇത് ജനങ്ങൾക്ക് സൗജന്യമായി തന്നെ നൽകണം എന്നൊരു ആവശ്യം കൂടി KGMOA അവസരത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. ഏതായിരുന്നാലും ഇതുപോലത്തെ ക്യാമ്പുകൾ മറ്റുള്ള സംഘടനകളും ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് വരട്ടെ. വളരെ അടുത്തിടെയായി പല സ്ഥലങ്ങളിലും നടന്ന ഹെപ്പറ്റൈറ്റിസ് ഔട്ട്ബ്രേക്കുകളിൽ മരണം വരെ സംഭവിക്കുന്ന ഒരു സ്ഥിതി സംജാതമായിട്ടുണ്ട്. മരണനിരക്ക് കൂടുതലായി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഈ വാക്സിനേഷൻ ഒരു ക്യാമ്പുമായിട്ടും ഒരു ക്യാമ്പയിനിങ്ങുമായിട്ടും മലപ്പുറം KGMOA മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് മലപ്പുറം KGMOA ഹൗസിൽ നടക്കുന്ന ക്യാമ്പിൽ ഏകദേശം 200 ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. വളരെ സേഫായിട്ടുള്ള, അതായത് ലൈവ് വാക്സിനാണ് നമ്മൾ ഈ ക്യാമ്പിലൂടെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക് ഇവിടെ നൽകുന്നത്. 100% പാർശ്വഫലങ്ങളില്ലാത്തതും അതേപോലെ തന്നെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഈ വാക്സിൻ്റെ എഫക്റ്റ് നിലനിൽക്കുന്ന ഒരു വാക്സിനും കൂടെയാണ് നമ്മളിതിൽ നൽകുന്നത്.